ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയാണെങ്കിൽ ഒരു പാർക്കിലേക്ക് ഒരാളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് സച്ചി കടല കുറിച്ചുകൊണ്ടിരിക്കുന്ന സുധിയെ ദൂരെ നിന്നും കാണുകയാണ് കേട്ടോ. ആ കടല കഴിച്ചുകൊണ്ടിരിക്കുന്നവനെ ആരാ എന്ന് അവിടുത്തെ സെക്യൂരിറ്റിയോട് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഇരിക്കുന്നവനും അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരനും വീട്ടിൽ ജോലിക്ക് പോകുന്നെന്ന് കള്ളം പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് കടല കഴിക്കും. എന്നിട്ട് ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. രണ്ടുപേരും വൈകുന്നേരം വരെ ഹോട്ടലിൽ മാതിരി ഇവിടെ ഇരുന്ന് കഴിക്കാറ്, പിന്നെ അത് ഷെയർ ചെയ്യാറുമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ കണ്ണാടി ഇട്ടവനെ കണ്ടില്ലേ, പാർക്ക് തുറക്കുന്നതിന് മുമ്പേ അവൻ ഇവിടെ എത്തും എന്നൊക്കെ സെക്യൂരിറ്റി പറയുന്നത് കേട്ട് സച്ചി തൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുധിയും കൂട്ടുകാരനും കൂടി പാർക്കിലിരുന്ന് ഉറങ്ങുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെ വീഡിയോ എടുക്കുവാണ് സച്ചി. ശേഷം 50 രൂപ സെക്യൂരിറ്റിക്ക് കൊടുത്ത് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് വൈകുന്നേരം വീട്ടിലെത്തി സച്ചി സന്തോഷത്തോടു കൂടി അച്ഛനെയും അമ്മയും ഒക്കെ വിളിക്കുകയാണ്. അമ്മയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ്, വന്നിരിക്കമ്മേ എന്ന് പറയുമ്പോഴത്തേക്കിനും, എടാ ശ്രീകാന്തേ, നിന്റെ ഭാര്യയോട് വരാൻ പറ. രേവതി, ആ പൗഡർ പെൻ എവിടെ? ഇവിടെ ഇല്ലേ? അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ. അങ്ങനെയൊക്കെ സച്ചി പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വരികയാണ് കേട്ടോ. ആ ഓട്ടുകാലി ഇനി ഇവിടേക്ക് വന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഇപ്പോൾ എന്തിനാ നീ ശ്രുതിയെ പറ്റി ചോദിക്കുന്നതെന്ന്, അവൻ ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട് കേട്ടോ. അവൻ മെല്ലെ വന്നാൽ മതി, നിങ്ങളൊക്കെ വന്നിരിക്കുക എന്ന് പറയുകയാണ് സച്ചി. ആൻറ്റി, ഇപ്പോൾ എന്തിനാ ഞങ്ങളെയൊക്കെ വിളിച്ച് ഇവിടെ ഇരുത്തുന്നേ എന്ന് വർഷ ചോദിക്കുമ്പോൾ, ഇവനൊന്നുമേ വേറെ പണിയില്ല മോളെ, അതുകൊണ്ടാണ് എന്ന് ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്ക്? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നോ? അതിപ്പോൾ അറിഞ്ഞോളൂ എന്ന് സച്ചി പറയുമ്പോഴേക്കും, എന്താടാ സച്ചി കാര്യം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതാണോ നീ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. അച്ഛാ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിലും വീട്ടിൽ ശബ്ദമെടുത്ത് സംസാരിച്ച എല്ലാ പഴിയും എൻ്റെ തലയിൽ വന്നിടുമല്ലോ. എന്നാലേ സൈലൻ്റായി ചില ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അതിപ്പോൾ പുറത്ത് വന്നോളൂ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളെ ആരായി പറ്റിച്ചെന്നാ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും, അത് രേവതി, എല്ലാവർക്കും ഒരു സിനിമ കാണിച്ചു കൊടുക്കാൻ പോവാ ഞാൻ. അത് കണ്ട് എല്ലാവരും പേടിക്കും. ഭയങ്കര ഹൊറർ മൂവിയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാം നാച്ചുറൽ ആക്ടേഴ്സാണ്. എൻ്റെ ഫോണിലെ ആ സിനിമയുണ്ട്, ഞാനത് TV-യിലിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഇരുന്ന് കണ്ടോ. പ്രധാനമായും കാണേണ്ടത് അമ്മയാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചി തൻ്റെ മൊബൈൽ ഫോണ് TV-യിൽ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. എടാ, നീ എന്താ കാര്യമെന്ന് പറയാൻ നോക്ക്. അച്ഛൻ ഒന്നുകൂടി നിർബന്ധിച്ചപ്പോഴത്തേക്കിനും, ഇവിടുത്തെ ഓട്ടുകാലി ശ്രുതിയില്ലേ, നീയല്ലടാ, അതെ നമ്പർ 1 ആ ശ്രുതിയില്ലേ, അവൻ എന്ത് ജോലി ചെയ്യണമെന്നാ പറഞ്ഞത് എന്ന് ചോദിക്കാണ് സച്ചി. ഏതോ കാർ ഷോറൂമിലല്ലേ? അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കിനും, അങ്ങനെ പറഞ്ഞിട്ട് അവൻ വേറെ ജോലിയാ അച്ഛാ നോക്കുന്നേ, തിന്നുന്ന ജോലി. ഇവിടെ അടുത്തൊരു പാർക്കില്ലേ? എന്തിനാ ടെൻഷനാവുന്നേ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജല്ലേ പറഞ്ഞോളൂ, മൊത്തമായി എല്ലാവർക്കും ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് TV ഓൺ ചെയ്യാൻ നോക്കിയാണ് കേട്ടോ സച്ചി. ഇവൻ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നത്? എന്തൊക്കെയാ അലറിക്കൊണ്ടിരിക്കുകയാണ്. പോയി എല്ലാവരും അവരവരുടെ ജോലി നോക്കെന്ന് പറഞ്ഞ് ചന്ദ്ര പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ സച്ചി വന്ന്, നിക്ക് പാർലറമ്മ, ഇത് നീ മാത്രം പോവല്ലേ. നീ ഈ സിനിമ മുഴുവൻ കണ്ടിട്ട് ആദ്യത്തെ അഭിപ്രായം പറയേണ്ടത് നീയാണ്. നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ശ്രുതിയെ തടയുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോഴേക്കും, നിങ്ങളുടെ ചേട്ടൻ ഷോറൂമിലേക്ക് ജോലിക്ക് പോകുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും, രേവതി, ആ ഓട്ടുകാലി ജോലിക്കൊന്നും പോകാറില്ലെന്ന്. അതായത് അച്ഛാ, അവൻ ജോലിക്ക് പോകുന്നതേ നമ്മളെ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇതറിയാതെ എൻ്റെ ഭാര്യ അവന് ഡെയിലി ഭക്ഷണം കെട്ടിക്കൊടുക്കും, അമ്മ അവനെ വേറെ പലഹാരമാ കൊടുത്തുവിടുന്നേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്നില്ലെന്നോ? പിന്നെ അവൻ ദിവസവും എങ്ങോട്ടാടാ പോകുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, ഉറങ്ങി റെസ്റ്റ് എടുക്കാൻ പോകുന്നതാ അച്ഛാ. ഇവിടെ അടുത്തൊരു പാർക്കില്ലേ, അവിടെ പോയി ദിവസവും ഉറങ്ങി എഴുന്നേറ്റ് വരും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ.
ചുമ്മാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ലേ? സുധിയെ പറ്റി കുറ്റം പറഞ്ഞില്ലെങ്കിലേ ഇവന് ദിവസവും ഉറക്കം വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്യുന്നുണ്ടിട്ട് ചന്ദ്രമതി. നിക്ക് ചന്ദ്രേ, അവൻ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. സുധിക്ക് ജോലിയില്ലെന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? നീ TV ഓൺ ചെയ്യടാ സച്ചി എന്നൊക്കെ അച്ഛൻ മറുപടി കൊടുക്കുകയാണ് കേട്ടോ. സച്ചി, ഒരാവശ്യവുമില്ലാതെ സുധിയെ പറ്റി ഒന്നും പറയരുത്. അവൻ ദിവസവും അന്തസ്സോടെ ജോലിക്ക് പോയിട്ടാ വരുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ടിട്ട്. അതെ അതെ, ദിവസവും ജോലിക്ക് പോകുന്നുണ്ട്. എന്താ ജോലി ചെയ്യുന്നതെന്നേ ഇപ്പൊ നമുക്ക് കാണാലോ എന്ന് പറഞ്ഞ് സച്ചി TV ഓൺ ചെയ്യുന്നുണ്ട്. ഇത് കാലത്ത് 10 മണി. മിസ്റ്റർ ശ്രുതികുമാർ പാർക്കിൽ വന്ന് കടല കുറച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതി അത് കണ്ടിട്ട് ശ്രുതി വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് കേട്ടോ. അവളെ നോക്കി ചന്ദ്രമതി ആകെ വല്ലാതാവുന്നുണ്ട്. മോളെ ശ്രുതി, അവൻ വെറുതെ പറയുന്നതാ, മോൾ അകത്തേക്ക് പോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോകാനായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. വിട ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രുതി ആ കൈ തട്ടി മാറ്റിയിട്ട് TV-യിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇപ്പോൾ കാലത്ത് 11 മണി. ശ്രുതിയും അവൻ്റെ ജോലിയില്ലാത്ത കൂട്ടുകാരനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയേ അടുത്തത് മണി 2:30. രണ്ടുപേരും പാർക്കിലിരുന്ന് ഊഞ്ഞാലാടുന്നു. കണ്ടില്ലേ, ചെറിയ കുഞ്ഞുങ്ങളെ പോലെ അവിടെ പോയിരുന്ന് ഊഞ്ഞാലാടുന്നേ. അച്ഛാ, ജോലിക്ക് പോകുന്നവരെ പോലും വൈകുന്നേരവും സമയത്തിന് ആഹാരം കഴിക്കാറില്ല. എന്നാൽ ഇവനെ ഷാർപ്പ് 1 മണിയാവുമ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോയും സച്ചി പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ചന്ദ്രമതി ഒന്നും മിണ്ടാനാവാതെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ശ്രുതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഷെയറിങ് വേറെയുണ്ട് രേവതി, നീ നന്നായി നോക്കിക്കോ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇവ മാത്രമല്ല കഴിക്കുന്നത്, അവൻ്റെ കൂട്ടുകാരനും ചേർന്നാണ് കഴിക്കുന്നത്. അതിനുശേഷം അവർ ഉറങ്ങി എഴുന്നേറ്റ് കണ്ടില്ലേ അച്ഛാ, അവൻ എങ്ങനെയാ ഉറങ്ങുന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് സച്ചി. ശ്രുതിയേട്ടത്തി, നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ഇങ്ങനെയായത് എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും ഇനിയും കഴിഞ്ഞിട്ടില്ല. 4 മണിക്ക് ശേഷമുള്ള കോഫി ടീ അതൊക്കെ കുടിക്കുന്ന വീഡിയോ ഉണ്ട്. ഇനി വരാൻ പോകുന്നത് അവൻ്റെ അക്കൗണ്ടിൽ 300 രൂപ കടവുമുണ്ട് അടുത്തുള്ള ഹോട്ടലിൽ എന്ന് അതും സച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വൈകുന്നേരം 5 മണി. ജോലി കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചു പോവുകയാണ്. അച്ഛാ, ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. നീ എന്താടാ പറയുന്നത്? അവൻ ഷോറൂമിലേക്ക് ജോലിക്ക് പോകാറില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും അവൻ ഡെയിലി പോയി പാർക്കിലിരുന്ന് ഉറങ്ങുകയാണെന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രുതി, എന്താ മോളെ ഇതെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല എങ്കിൽ ശ്രുതി ചില സമയത്ത് ക്ലയൻസിനെ തനിച്ച് മീറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവന് കമ്മീഷനും കിട്ടാറുണ്ടെന്നാ പറഞ്ഞത്. അതിനുവേണ്ടി പോയതായിരിക്കും പാർക്കിൽ. അങ്ങനെ ശ്രുതി പറയുകയാണ് കേട്ടോ. വൈകുന്നേരം വരെ ഉറങ്ങുന്ന ഇവനൊക്കെ ക്ലയൻസിനെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു. ദിവസവും ഇത് തന്നെയാ അച്ഛാ ഇവന് ജോലി. എന്തിനാ എന്നെ നോക്കുന്നത്? അതിനും സാക്ഷികളുണ്ട് എന്ന് പറഞ്ഞ് സച്ചി സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അതിന് രാവിലെ തന്നെ എന്നിട്ട് കേൾപ്പിക്കുന്നുണ്ട്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് രണ്ടുപേരും ഇളനീര് വാങ്ങി കുടിച്ചിട്ടാണ് ജോലി ആരംഭിക്കുന്നത്. വൈകുന്നേരം വരെ സംസാരിച്ചിരുന്ന് ഉറങ്ങി നല്ലൊരു ടീ കുടിച്ചിട്ടേ അവന്മാര് വീട്ടിലേക്ക് പോകാറുള്ളൂ. അങ്ങനെ അയാൾ പറയുന്നത് കേട്ടിട്ട് ഇനിയും വിശ്വസിക്കാനാകുന്നില്ലെങ്കിലേ ഓട്ടുകാലി ജോലി ചെയ്യുന്ന ഷോറൂമില്ലേ അവിടെ പോയി ഞാൻ ചോദിച്ചിട്ടാ വരുന്നത്. അവരുടെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സച്ചി അതും ഓൺ ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ സുധി എന്നു പേരുള്ള ഒരാൾ ജോലി ചെയ്തിരുന്നു. അയാളുടെ പേരിൽ എന്തോ കംപ്ലൈന്റ് വന്നപ്പോഴേക്കും മുതലാളി തന്നെ അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇപ്പോൾ വിട്ടിട്ട് കുറച്ച് നാളുകളായി. ഇവിടെ ഇങ്ങനെ ഒരാൾ വർക്ക് ചെയ്യുന്നേയില്ല എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് കേട്ട് ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് കേട്ടോ. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലേ ഒരു കാര്യം ചെയ്യുക, ആ ഷോറൂമിൽ നേരിട്ട് പോയി അന്വേഷിക്കാൻ നോക്ക് എന്ന് സച്ചി ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീകാന്തെ, നമ്മളന്ന് അവിടെ പോയപ്പോൾ സുധി എന്ന് പറയുന്ന ആരും ഇല്ലെന്നല്ലേ അന്ന് പറഞ്ഞതെന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും അതേ വർഷ എന്നാൽ ഒരാളോട് ഫോണിൽ സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അയാൾ അവിടെ പുതിയതായി ജോലിക്ക് ചേർന്ന സ്റ്റാഫാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സുധി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ട് അവൻ പേടിച്ചതാണ്. അപ്പോൾ
അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. ശ്രുതിയേട്ടത്തി, നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം സത്യമായിട്ടും ജോലിക്ക് പോകുന്നില്ലേ? എന്നാൽ നിറയെ കാർ വിറ്റെന്നും മീറ്റിംഗ്സ് ഉണ്ടെന്നും ഒക്കെ പറയാറുണ്ടല്ലോ. ചിലർ പറയാറുണ്ടല്ലോ എന്ന് ശ്രുതിയെ നോക്കി പറയുകയാണ് രേവതി. അത് സീൻ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതാ രേവതി, അതൊന്നും വിശ്വസിക്കരുത് എന്ന് സച്ചി പറയുമ്പോൾ ശമ്പളം വരുന്നുണ്ടല്ലോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അതിനും ഒരു കഥ വെച്ചുണ്ടാക്കി പറയുന്നതാ അച്ഛ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ശ്രുതി സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എടാ സച്ചി, വീടിന് മുന്നിൽ നീ എന്തിനാ പൂക്കട വെച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യനകത്തേക്ക് കടന്നു വരുന്നത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ വളരെ ഡിസ്റ്റർബായോടാ എന്ന് സച്ചി ചോദിക്കുകയാണ്. അതെ, തള്ളുന്ന വണ്ടിയല്ലേടാ, അത് തള്ളിക്കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുവച്ച് പൂ വിറ്റാ പോരെ എന്നൊക്കെ എന്നെ കാണാൻ വരുന്ന ക്ലയൻസൊക്കെ അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് ചോദിച്ച് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്ത് ക്ലയൻസോ? ഓ, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അവർ ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ? എന്നാൽ അവരിങ്ങോട്ട് വന്ന നിന്റെ അഭിമാനത്തിന് കുറച്ചിലുണ്ടാവോ അല്ലേടാ അല്ലേ അച്ഛ എന്ന് ചോദിക്കുകയാണ് സച്ചി. എന്താ എല്ലാവരും എനിക്ക് ചുറ്റും വട്ടമിട്ട് നിൽക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലടാ, ഒരു ചെറിയ പഞ്ചായത്ത് കൂടിയതാ എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുകയാണ് കേട്ടോ. വന്ന ഉടൻ തന്നെ തുടങ്ങിയോടാ, എന്താടാ നീ ഇങ്ങനെയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എൻ്റെ തെറ്റ് തന്നെയാടാ. അല്ല, നിന്റെ ഡ്യൂട്ടി ഇന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞോ? അങ്ങനെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ. ആ കഴിഞ്ഞു, ഇന്ന് ഷോറൂമിലേക്ക് വലിയ ഒരാളാണ് വന്നിരിക്കുന്നത്. ആക്ടറാണ്, മെഗാസ്റ്റാറാണ്. ആരാ വന്നേന്ന് അറിയോ ശ്രുതി? നിനക്ക് ഇഷ്ടമുള്ള സൂപ്പർ സ്റ്റാറാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആരും എക്സെപ്റ്റ് ചെയ്തതേയില്ല എന്ന് ഷോറൂമിലേക്ക് അയാൾ വന്നു. അങ്ങനെ സച്ചി തട്ടിവിടുകയാണ് കേട്ടോ. ആണോ, മെഗാസ്റ്റാർ ആണോ നിന്റെ ഷോറൂമിലേക്ക് വന്നത്? അങ്ങനെ സച്ചി ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, അദ്ദേഹം പുതിയതായി കാർ നോക്കാൻ വന്നതാണ്. ഓണർ തന്നെയാണ് എന്നെ ആദ്യം വിളിച്ചത്. ഇവിടെ നല്ലൊരു സെയിൽസ് മാനേജർ ഉണ്ട്, അത് ഞാനാണെന്നും എന്നോട് അദ്ദേഹത്തെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറഞ്ഞു. അങ്ങനെ ശ്രുതി പറയുമ്പോഴേക്കും എടാ ഒന്നും മിണ്ടാതിരിക്കട എന്ന് പറയുകയാണ് ചന്ദ്രമതി. അമ്മേ, സൂപ്പർ സ്റ്റാർ കാറിനെ പറ്റി എന്നോട് ചോദിച്ചു. അങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴേക്കും എന്നിട്ട് സൂപ്പർ സ്റ്റാർ കാറിനെ പറ്റി നിന്നോട് ചോദിച്ചോടാ? അങ്ങനെ സച്ചി ചോദിക്കുമ്പോഴേക്കും അതേടാ, അദ്ദേഹം ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് ഇംപ്രസ്സായി. പിന്നെ അദ്ദേഹം എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിനെ കാർ വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്നും പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയാണ് കേട്ടോ ശ്രുതി. എടാ ശ്രുതി, വേണ്ടടാ, മതിയാക്ക്. അങ്ങനെ ചന്ദ്ര പറഞ്ഞെങ്കിലും ഓവറായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ശ്രുതി. ആർക്ക്? സൂപ്പർ സ്റ്റാറിനോ? അമ്മേ, അവൻ എത്ര സന്തോഷത്തോടെയാ പറയുന്നത്. അവൻ പറയട്ടെ, നീ പറയടാ ശ്രുതി എന്ന് സച്ചി ആവശ്യപ്പെടുകയാണ് കേട്ടോ. അമ്മേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ അദ്ദേഹം ഒരുപാട് ഇംപ്രസ്സായി. ഒരു കാർ വാങ്ങാൻ വന്നിട്ട് 2 കാറാ ബുക്ക് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അയ്യോ വേണ്ടടാ, മതിയാക്ക്, പറയുന്നത് കേൾക്കാനല്ലേ പറഞ്ഞത്. അതല്ലമ്മേ, ഓണറേ ഈ വർക്കിൽ ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് അടുത്ത മാസം സാലറി ഇരട്ടി തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അടുത്ത മാസം സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ പോയി കാറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും എന്നോട് പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി കള്ളത്തരം പറയുന്നുണ്ട് കേട്ടോ. എടാ നിർത്തടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ടു പറയുകയാണ് കേട്ടോ. അമ്മേ, ഇവൻ എത്ര സന്തോഷത്തോടു കൂടിയാ സംസാരിക്കുന്നേ. അവനെ എന്തിനാ നിങ്ങൾ തടുക്കുന്നത്? അപ്പോൾ അടുത്ത മാസം നീ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ പോവുകയാണല്ലേ? ശരി, എന്നാലേ നീ ദിവസവും എവിടേക്കാ പോകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞ് സച്ചി TV ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ഇത് നമ്മുടെ പാർക്കല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അതെ, നിന്റെ പാർക്ക് തന്നെയാണ്, നീ ജോലി ചെയ്യുന്ന സ്ഥലം തന്നെയാടാ. എല്ലാവരും ഇത് ഒരു തവണ കണ്ടതല്ലേ, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് എക്സിസ്റ്റ് മോഡൽ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ആ ഫുൾ വീഡിയോയും 1 മിനിറ്റിനുള്ളിൽ പ്ലേ ചെയ്യുകയാണ് സച്ചി. അതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ശ്രുതി. ദേഷ്യത്തിൽ എഴുന്നേറ്റ് വന്ന് എന്താടാ ഇതൊക്കെ? അപ്പോൾ ഇത്രയും നാൾ നീ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞതാ, നീ ഇവിടേക്കാണല്ലേ പോയത്? എന്താ ഇത് വീട്ടിൽ പറഞ്ഞില്ലേ നീ? അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പേടിച്ചങ്ങനെ ചന്ദ്രയെ തന്നെ നോക്കിയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മയ്ക്ക് എന്തോ അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്കിത് മുൻപേ അറിയാമായിരുന്നോ ചന്ദ്രേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോഴേക്കും ഇല്ല അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ തപ്പിക്കളിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി.
പറയാനല്ലേടി പറഞ്ഞത്. അങ്ങനെ രവിയേട്ടൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോഴേക്കും അതെ അതെ എനിക്കറിയാമായിരുന്നു. അങ്ങനെ ചന്ദ്ര സമ്മതിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ കണ്ടില്ലേ അച്ഛാ, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് അമ്മ ഇവന് ഡെയിലി ഭക്ഷണം കെട്ടി കൊടുത്തു വിടുന്നത് എന്ന് പറയുകയാണ് സച്ചി. ഇല്ല, അവൻ ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും വായടക്കരി, ഇനി എനിക്കറിയാതെ എന്തൊക്കെ പണിയാ നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? അന്ന് ആ പ്രമാണം വെച്ച് ഇപ്പോൾ വേറെ ഇനി എന്തൊക്കെയുണ്ടടി എന്നൊക്കെ രവിയേട്ടൻ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അച്ഛാ, ഇവൻ ജോലിക്ക് പോകാത്തതൊന്നും പ്രശ്നമില്ല അച്ഛാ. എന്നാലേ എന്തൊക്കെ സംസാരമാണ് ഇവൻ സംസാരിച്ചത്. ഞാൻ ഒരാഴ്ച കാറുപോയി ജോലിയില്ലാതെ ഈ വീട്ടിലേക്ക് ഇരുന്നപ്പോഴത്തേക്കിനെ അവൻ എന്നോട് പറഞ്ഞതേ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ഇവൻ ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. ജോലിയില്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ പോയി ജോലിക്ക് പോടാ, അതാണ് നിനക്ക് ശരിയാവുന്ന ജോലി എന്നൊക്കെ അവൻ പറഞ്ഞില്ലേ. സാറിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പാർക്ക് നോക്കുന്ന ജോലിയോ? ആയാലും പ്രശ്നമൊന്നുമില്ലടാ, അത് അന്തസ്സുള്ള ജോലി തന്നെയാണ്. എന്നാലേ ഭക്ഷണവും പലഹാരവും കൊണ്ടുപോയി അത് തിന്ന് കിടന്നുറങ്ങി വന്നിട്ട് നീ എന്നെ കളിയാക്കുന്നോടാ എന്ന് പറഞ്ഞ് സച്ചിയും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഏട്ടന് ജോലിയില്ലാത്തത് മറയ്ക്കാൻ വേണ്ടിയാണല്ലേ ഞങ്ങളോട് ഇന്ന് വരേണ്ട കാർ വാങ്ങാതെ അന്ന് തിരിച്ചയച്ചത് എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. സുധിയേട്ടാ, നിങ്ങൾക്ക് ജോബില്ലെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞിട്ട് വേറെ ജോലി നോക്കേണ്ടതല്ലേ? എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ അവിടെ വന്ന് ഇൻസൾട്ട് ആയേനെ എന്നൊക്കെ ഇങ്ങനെ വർഷയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വീടിന് മുന്നിൽ പൂക്കട വെക്കുന്നത് നിന്റെ അന്തസ്സിനെ കുറച്ചിലാണല്ലേടാ. ജോലിയില്ലാത്ത നീയൊക്കെ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നോടാ. പാർലറമ്മേ, എന്താ സുഖം തന്നെയാണോ? അന്ന് പറഞ്ഞില്ലേ സുധി സമ്പാദിച്ച് ശമ്പളം കൊടുക്കുന്നവനാണെന്ന്. നിങ്ങളെപ്പോലെ ജോലിയില്ലെന്ന് കള്ളം പറയില്ലെന്ന്. ഇപ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത്? നിന്റെ ഭർത്താവേ എത്ര കള്ളങ്ങളാടി പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എല്ലാം ഇവന്റെ ക്ലയൻസ് ആണത്ര. ഒരു രൂപ പോലും സമ്പാദിക്കാൻ വഴിയില്ല, എന്നിട്ട് വലിയ പണക്കാരനെ പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ശ്രുതിയോട് പറയുകയാണ് സച്ചി. ശ്രുതിയാണെങ്കിൽ ഈ സമയത്ത് പറയുന്നു എന്ന് കരുതരുത്. എന്നാൽ ഇന്നലെ നീ തുണിയലക്കാൻ പറയുമ്പോൾ നിന്റെ ഭർത്താവ് വലിയ കാർ സെയിൽ ചെയ്യുന്ന ആളാണ്, മീറ്റിംഗ്സ് ഡീൽ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞില്ലേ. എന്നാലേ എൻ്റെ സച്ചിയേട്ടൻ കാർ ഓടിക്കുന്ന ജോലി ചെയ്യുന്നവനാണെന്നും നീ പറഞ്ഞു. എന്നാൽ എൻ്റെ ഭർത്താവിനെ ജോലി എന്നൊന്നുണ്ട്. ഇദ്ദേഹം അലക്കി അയൺ ചെയ്ത് ഷർട്ട് ഇട്ടുകൊണ്ട് പോയി പാർക്കിലോ ഇരുന്ന് ഉറങ്ങി എഴുന്നേറ്റല്ലേ വരുന്നത്. അങ്ങനെ രേവതി പറഞ്ഞത് കേട്ടിട്ട് ശ്രുതി പൊട്ടിക്കരയാണ് കേട്ടോ. എന്താ പാർലറമ്മേ, ഞാൻ നിന്റെ അടുത്തേ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനെ വിശ്വസിക്കരുത്, കേടിയാണ്, ഫ്രോഡാണെന്നൊക്കെ. നീയേ മുന്നിൽ വന്നാൽ എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാറില്ലേ. ഇപ്പോൾ നോക്ക്. അല്ല, ഇനി നീയും അറിഞ്ഞിട്ട് തന്നെയാണോ ഇത് പറയാതെ ഇരുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ. എടാ സച്ചി, വേണ്ട എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും അല്ല അച്ഛാ, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല, ഇവിടെ എല്ലാം ഫ്രോഡുകൾ തന്നെയാണ് എന്ന് പറയുകയാണ് സച്ചി. ശ്രുതി, എന്നോട് നീ ക്ഷമിക്കണം എന്ന് ശ്രുതി പറയാൻ വരുമ്പോഴത്തേക്കിനും മൈൻഡ് ചെയ്യാതെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി വാതിലടയ്ക്കുന്നുണ്ട് ശ്രുതി. ഇങ്ങോട്ട് വാ, നീ കള്ളം പറയുന്നത് ഇനി എപ്പോഴാണ് നിർത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും അതൊന്നും നിർത്താൻ പോകുന്നില്ല അച്ഛാ, ഇവന്റെ രക്തത്തിൽ കലർന്നതാ. അതെ, അമ്മയുടെ രക്തത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഗുണമാണ്. കറക്റ്റ് അല്ലേ അമ്മയെന്ന് പറഞ്ഞ് സച്ചി കളിയാക്കിയാണ് കേട്ടോ. ഞങ്ങളുടെ കാര്യമൊക്കെ നീ വിട്, ഞങ്ങൾക്കിതൊക്കെ ശീലമായി. എന്നാലേ നിന്നെ വിശ്വസിച്ച് വന്നവളാണ് ശ്രുതിമോള്. അവളെ എങ്ങനെയാടാ നീ പറ്റിച്ചത്? അതിന് നിന്റെ അമ്മയും കൂട്ടു നിന്നില്ലേ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. ദേ നോക്ക്, ജോലിയില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൂത്തിവിടെ അരങ്ങേറിയില്ലേ, ഇത് തന്നെ സംഭവിക്കും എന്ന് സ്തുതി അപമാനപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് അന്ന് പറയാതിരുന്നതെന്ന് ചന്ദ്രയും പറയുകയാണ് കേട്ടോ. ഇതെല്ലാം ഒരു കാരണമാണോടി? നീയും കൂടെ ചേർന്നാണ് അഭിനയിച്ചത്. നിന്നെ ഞങ്ങളൊന്നും ഇനി ഒരിക്കലും വിശ്വസിക്കില്ല. പാവം ശ്രുതിമോള്, നീ ചെയ്തത് വലിയ തെറ്റാണ് ചന്ദ്രേ. എടാ ശ്രുതി, ഞങ്ങൾക്ക് നീ മറുപടി തരേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രുതിയോട് പോയി മാപ്പ് ചോദിക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതെങ്ങനെ ശരിയാവും അച്ഛാ? അവൻ പോകാൻ വരട്ടെ, അവനെ നമ്മളോടും മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പൂക്കട വെച്ച് കൊടുത്തതിന് ഇവൻ എന്തെല്ലാം സീനുണ്ടാക്കി. വിവരമില്ലാത്തവൻ പാർക്കിൽ പോയി ഉറങ്ങിയിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എടാ വിട്ടേക്കടാ, എല്ലാവരും പോയി അവരവരുടെ ജോലി നോക്ക് എന്ന് പറയുന്നുണ്ട് അച്ഛൻ. ഇത് കേട്ട് സച്ചിയും ബാക്കിയുള്ളവരും ഒക്കെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് ഞാൻ പറയുന്നത് നീ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോടാ? ഇപ്പോൾ നോക്ക്, പോയി ശ്രുതി മോളെ ആശ്വസിപ്പിക്ക് എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ പറഞ്ഞു വിടുന്നുണ്ട്.
ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്ന ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നോ അങ്ങനെ ശ്രുതി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇനി നീ എൻ്റെ അടുത്ത് ഒന്നും പറയേണ്ടതില്ല ശ്രുതി, നീ എന്തു പറഞ്ഞാലും എനിക്കത് കേൾക്കാൻ തയ്യാറല്ല. ഞാൻ നിന്നെ എത്രമാത്രം വിശ്വസിച്ചു, എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേ. ഓരോ ദിവസവും നീ ജോലിക്ക് പോകുന്നത് പോലെ എൻ്റെ അടുത്ത് അഭിനയിച്ചു. നീ ജോലിക്ക് പോകാതിരുന്നപ്പോൾ പോലും ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്തവളാണ്. എന്നിട്ടും നീ എന്നെ മണ്ടിയാക്കിയല്ലേടാ. നീ നിന്റെ അമ്മയോട് പോലും ജോലിക്ക് പോകാത്ത കാര്യം പറഞ്ഞു. എന്നിട്ട് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? വീട്ടിലുള്ള എല്ലാവരെയും പറ്റിക്കുന്ന പോലെ നീ എന്നെയും ചേർത്ത് പറ്റിച്ചില്ലേ? എന്ത് പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് നിനക്കറിയാമോടാ? എനിക്കെല്ലാം നീയായിരുന്നു, എൻ്റെ ജീവിതവും ലോകവും എല്ലാം നീയായിരുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും നീ എന്നെ ചതിച്ചില്ലേ, ഇനി നീ എന്നോട് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കതക് വലിച്ചടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ടും ശ്രുതി കേൾക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. പിറ്റേന്ന് തന്നെ വെളുപ്പിനെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ശ്രുതിയാണെങ്കിൽ ബാഗ് എടുത്തുകൊണ്ട് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കൂട്ടുകാരിയോടായിട്ട് എല്ലാം ചെന്ന് പറയുന്നുണ്ട്, ശ്രുതി എന്നെ പറ്റിച്ചു, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് എനിക്കൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരിയുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് രാവിലെ ശ്രുതി നോക്കുമ്പോഴത്തേനും ശ്രുതിയെ കാണുന്നില്ല. അങ്ങനെ ശ്രുതി വന്ന് അമ്മയോടായിട്ട് പറയുന്നുണ്ട്, അമ്മേ ശ്രുതിയെ കാണുന്നില്ല, അവൾ എന്ത് ചെയ്യുന്ന അറിയില്ല, അയ്യോ ശ്രുതി മോൾ എവിടെ പോയെന്നും പറഞ്ഞിട്ട് ചന്ദ്രയും എല്ലാവരും കൂടി അന്വേഷിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.